ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായി 1-2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 ശമൂവേൽ 21:1 വാക്യം. 2 ശമൂവേൽ 2 Samuel chapter 21 verse 1. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ആ ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ തിരുവചനമായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷികമായ ശബ്ദം മുഴങ്ങലേ അപ്പ, ഈ നാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീന പാത്രമാണ് കർത്താവേ. നിന്റെ ജനത്തോട് കർത്താവ് സംസാരിക്കണം, അടിയനോട് കർത്താവ് സംസാരിക്കണം. മഹത്വം അങ്ങയ്ക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പലപ്പോഴും ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് പൽക്കാലം കർത്താവിന്റെ ആലോചന നമുക്ക് കേൾക്കുവാനായി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 2 ശമൂവേൽ 21:1 വാക്യം നമ്മൾ വായിച്ചപ്പോൾ ഒരു ക്ഷാമത്തെ കുറിച്ച് നമ്മൾ കേൾക്കുവാനായി. ഒരു ക്ഷാമത്തിൽ, ഒരു അധ്യായത്തിൽ തന്നെ ക്ഷാമം നടക്കുന്നു, അതുപോലെ യുദ്ധവും നടക്കുന്നു. ഹല്ലേലൂയ. ഇത് പൽക്കാലം പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. ക്ഷാമം നടക്കുന്നു, അതോടൊപ്പം ആ അധ്യായത്തിൽ തന്നെ ഒരു യുദ്ധവും നടക്കുകയാണ്. ആത്മീയ കോളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ജീവിത യാത്രയിൽ നടക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ അധ്യായത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചത്. പലപ്പോഴും ക്ഷാമം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഒരു ക്ഷാമത്തിന്റെ അവസ്ഥ. എല്ലാം ഉണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ മനസ്സിനെ ക്ഷീണിക്കപ്പെടുന്ന ഒരു ക്ഷാമത്തിന്റെ അവസ്ഥയിൽ കൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജോലി സംബന്ധമായ മണ്ഡലങ്ങളിലാണെങ്കിലും നമ്മളൊരു ക്ഷാമം അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രതീക്ഷ പലതും നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ട്. ആമേൻ. അപ്പോൾ തന്നെ പിശാച് നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ക്ഷാമത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പിശാചിനോട് പറയും, ഹല്ലേലൂയ, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലയോ, നീ ഇത്രത്തോളം ദൈവസന്നിധിയിൽ നിന്നില്ലയോ, എന്തുകൊണ്ട് നിനക്ക് ഈ ക്ഷാമത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നു? നിനക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരുന്നു. നീ ഒരു ക്ഷാമത്തിൽ കൂടെയാണല്ലോ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നീ ഒരു പ്രാർത്ഥനാകാരിയാണ്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ക്ഷാമത്തിന്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. ആത്മീക ക്ഷാമം നീ അനുഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ഓരോ സ്റ്റെപ്പ് നീ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജോലി സംബന്ധമായി നീ ക്ഷാമം അനുഭവിക്കുന്നില്ലേ? ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ആ ക്ഷാമത്തിൽ നിന്ന് ഒരു വിടുതല് കർത്താവ് ഈ ആരാധനയിൽ കൂടെ തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമത്തിൽ കൂടെ ഒരു വിടുതല് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ക്ഷാമം അനുഭവിച്ചുകൊണ്ട് എന്നും എല്ലാ കാലത്തും ക്ഷാമം അനുഭവിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവവചനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, അനേക ക്ഷാമങ്ങൾ ഉണ്ടായിട്ടും ആ ക്ഷാമത്തിലെല്ലാം ദൈവം തന്നെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന വിധങ്ങളുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 26:1 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. അല്ലല്ല, ഉൽപ്പത്തി പുസ്തകം. ആമേൻ. അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന ക്ഷാമം പോലെ പിന്നെയും മകന്റെ കാലത്ത് ക്ഷാമം സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പശ്ചാത്തലം നമുക്ക് അറിയാൻ കഴിയും. ആ ക്ഷാമത്തിൽ ഇസാക്കിനെ കർത്താവ് എങ്ങനെയാണ് നടത്തിയെന്ന് വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ക്ഷാമമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇസാക്ക് പോംവഴിയൊക്കെ ചിന്തിച്ചെങ്കിലും ദൈവം അവനെ അങ്ങോട്ട് വിട്ടില്ല. സ്തോത്രം. ഒരു ക്ഷാമം കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം ചലിച്ചുകൊണ്ട് പല വഴിയിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ ക്ഷാമത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണം. എന്റെ കുടുംബത്തിൽ ഒരു ക്ഷാമമാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ക്ഷാമമാണ്, എന്റെ ഭൗതിക നന്മയിൽ ഒരു ക്ഷാമമാണ്. ആ ക്ഷാമം അനുഭവിച്ചുകൊണ്ട് ഞാൻ ജീവിതകാലം മൊത്തം ഇങ്ങനെ ജീവിക്കാനല്ല, നമ്മുടെ ഈ ഉള്ളിലേക്ക് പിശാച് കുറുക്കു വഴികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ആമേൻ. ഈ ക്ഷാമത്തിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കുറുക്കു വഴികൾ പിശാച് ഇസാക്കിനോട് പറയുകയാണ്, നീ ഇതാ പോ, മിസ്രൈമിലേക്ക് പോ, അവിടെ നിനക്ക് സമൃദ്ധിയുണ്ട്. ആമേൻ. അവിടേക്ക് പോ. എന്നാൽ ദൈവം അവനെ വിട്ടില്ല. ആമേൻ. പിശാച് ആഗ്രഹിക്കുന്ന നിലകളിൽ പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്.
ആ ക്ഷാമകാലത്ത് നീ വിശ്വസ്തയോടുകൂടെ നിന്നാൽ, നീ നിൽക്കുന്ന ഇടത്ത് തന്നെ നിന്നാൽ, ദൈവം നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. ക്ഷാമമോർത്ത് ഇന്നൊരു ദിവസത്തെ ക്ഷാമമോർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമമോർത്ത് നീ പലപ്പോഴും ഹല്ലേലൂയ അപ്പത്തിന്റെ ഭവനം വിട്ട് ഓടിപ്പോകുന്ന ഒരവസ്ഥ നിന്റെയും എന്റെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആമേൻ. ആ ഭവനം വിട്ടിട്ട് നീ ഓടിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാറയുടെ അനുഭവമായിട്ടാണ് നീ തിരികെ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ ഹല്ലേലൂയ ആ ക്ഷാമം മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി കരേറ്റിക്കാട്ട്. നിനക്കൊരു ക്ഷാമമാണെങ്കിൽ നിന്നെ ക്ഷാമകാലത്ത് പോറ്റുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് വൽക്കാലം കർത്താവിന്റെ ദാസനെ കൂടെ കാണുന്നു, ക്ഷാമകാലത്ത് പോറ്റുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്തോത്രം. ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയാൻ കഴിയും, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ഓരോരുത്തരും സാക്ഷി പറഞ്ഞപ്പോൾ പറയുന്നുണ്ടായി, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 6 മാസം ജോലിയില്ലായിരുന്നു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു? അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി കരേറ്റിക്കാട്ട്. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന പലപ്പോഴും ഞാൻ ക്ഷീണിച്ചു പോയപ്പോൾ, പലപ്പോഴും ഞാൻ ക്ഷീണിച്ച് ഹല്ലേലൂയ ക്ഷാമം അനുഭവിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നുപോയെങ്കിലും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഏലിയാവ് പറയാണ്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഈ വചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കറിയാവുന്ന ദൈവവചനമാണ്. 1-ാം വാക്യം 17-ന്റെ 1. 17-ന്റെ 1. ഹല്ലേലൂയ. മതി. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് ചെന്ന ആഹാബിനോട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് പറഞ്ഞു വിട്ടത് ഇന്നോന് പറയണമെന്ന്. ദൈവമാണ് ഏലിയാവിനോട് പറഞ്ഞത്, നീ പറയണം, ദൈവം പറയുന്നു ഇന്ന പോലെ ചെയ്യണമെന്ന്. എന്നാൽ ഹല്ലേലൂയ ദർശനം ലഭിച്ച ഏലിയാവ് ഇതാ പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവം അധികാരം തന്നിട്ടുണ്ട്, നാവിൽ അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. നീ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഹല്ലേലൂയ നിനക്ക് ദൈവം നാവിൽ അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. നീ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അത് അപ്രകാരം തന്നെ സംഭവിക്കും. സ്തോത്രം. നീ പറയുന്ന വാക്ക് അപ്രകാരം തന്നെ സംഭവിക്കും. പുറകിൽ ദൈവം ഉണ്ടെങ്കിൽ നീ പറയുന്ന വാക്ക് അതുപോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഏലിയാവ് പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. യഹോവയായ ദൈവം പറഞ്ഞിട്ടല്ലെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഹല്ലേലൂയ ഇനിയും മഴ പെയ്യുകയില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. അതിനുശേഷം അവൻ എന്ത്? യാക്കോബ് ഹല്ലേലൂയ ഏലിയാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവൻ ഇത് പറഞ്ഞിട്ട് മൗനമായി ഇരിക്കുവല്ല. നിന്നോടും എന്നെ കുറിച്ച് ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് മൗനമായി ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വൽക്കാലം ഓർപ്പിക്കുന്നു. അനേക ദൈവദാസന്മാരിൽ കൂടെ നീ ദൈവാലോചന കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോടും എന്നോട് ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് വരണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവ പ്രവൃത്തി കാണുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഏലിയാവ് ചുമ്മാതിരുന്നില്ല. ആഹാബിന്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ ഏലിയാവ് ഇതാ ഓടുകയാണ് പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാലിൽ ഇരിക്കുവാൻ. ആമേൻ. മുഴങ്കാലിൽ ഇരിക്കുവാൻ നീ തയ്യാറാണോ? ഇന്ന് വാൽക്കാലം വിടുതലുണ്ട്. നിനക്കൊരു പക്ഷേ ഇന്ന് ക്ഷാമമായാലും നിമിഷ നേരത്തിനുള്ളിൽ നിന്റെ ക്ഷാമത്തെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിന്നോട് യുദ്ധം ചെയ്യുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുടുംബക്കാർ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ ചാർച്ചക്കാർ നിനക്കെതിരായി തിരിയുമ്പോൾ നീ ഓർത്തുകൊള്ളണം, അവർക്ക് യുദ്ധം ചെയ്യുവാനല്ല, നീ മുഴങ്കാലിൽ ഇരിക്കണം.
നീ മുഴങ്കാലിൽ ഞാനും ഇരിക്കുമ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവിടെയാണ് നിന്റെ വാക്കിന് വിലയുള്ളത്. അന്നേരമാണ് ഏലിയാവ് പറയുന്നത്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പ് പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന്റെ ചരിത്രം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. എന്നാൽ ഏലിയാവ് മുന്നോട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഹല്ലേലൂയ ഇതാ വാക്ക് പറഞ്ഞിട്ട് ഏലിയാവിനോട് ദൈവം പറയാണ്, നീ എരിയത്തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക. ഹല്ലേലൂയ. അല്പസ്ഥാനത്തേക്ക് നീ ഒന്ന് ഒളിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ശത്രുവിന്റെ തൊട്ടടുത്താണ് നീ ഇരിക്കുന്നുവെങ്കിലും ശത്രുവിന് നിന്നെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്കാർ ഓർത്തുകൊള്ളണം, നീ എവിടെ ഒളിച്ചിരുന്നാലും ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തം നിറവേറപ്പെടും. നീ എവിടെ ഒളിച്ചിരുന്നാലും ദൈവം നിന്നെ സൂക്ഷിക്കും. ആമേൻ. ശത്രു നിന്നെ തൊടത്തില്ല. ശത്രു നിന്നെ തൊടത്തില്ല. ഏലിയാവേ, ഞാൻ പറയുന്ന ഇടത്തേക്ക് നീ പോ, അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു നിഷ്ഠജീവിയോടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരപ്പം കൊണ്ട് വരുന്ന കാക്കയോടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ആ അപ്പം കൊണ്ട് നിന്നെ പോഷിക്കാൻ എനിക്ക് കഴിയും. ആമേൻ. നിനക്ക് വിഭവസമൃദ്ധമായ ഹല്ലേലൂയ 1000 കൂട്ടാൻ നിന്റെ മുമ്പിൽ ഇല്ലെങ്കിലും ഒരപ്പം മതി. നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിന് ഒരു സമാധാനമുണ്ടോ, ആ അപ്പം മതി അവിടെ പോഷിപ്പിക്കുവാൻ, സന്തോഷം ലഭിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ഓർത്തുകൊള്ളണം, ഒരു ചെറിയ അപ്പം കൊണ്ട് ഹല്ലേലൂയ ഏലിയാവിനെ പോറ്റുവാൻ കർത്താവിന് പ്ലാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ സംതൃപ്തനായിരുന്നു. ജീവിതത്തിൽ സംതൃപ്തിയാണ് വേണ്ടത്. ഒരു ചെറിയ കാര്യമുള്ളെങ്കിലും സംതൃപ്തി ഉണ്ടോ നിനക്ക്? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ നിന്റെ ഭവനത്തിന് അല്പം അരിയെ കാണുകയുള്ളൂ, അല്പം കൂട്ടാനെ കാണുകയുള്ളൂ. നീ പെറുപെറുക്കുന്ന അവസ്ഥ മാറ്റിക്കള. നിന്നെ വയറ് നിറയ്ക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് സംതൃപ്തി തരുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കിരീതോട്ടിൽ അവൻ ഈ വെള്ളവും കുടിച്ചോണ്ട് ഇങ്ങനെ സുഖമായി ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ കാക്കയുടെ വരവ് നിന്നുപോയത്. കിരീതോ വറ്റിപ്പോയി, പ്രതീക്ഷകൾ വറ്റിപ്പോയി. ഇന്ന് പൽക്കാലം പ്രതീക്ഷിച്ച പലരും കൂടി ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്തിനാണ് ഇന്നലെ രാത്രി ഈ വചനത്തെ കൂടെ സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞെന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിച്ച പലതുമുണ്ട്. പ്രതീക്ഷയോടെയാണ് ഈ ഓസ്ട്രേലിയയിൽ എത്തിയത്. 100 കണക്കിന് പ്രതീക്ഷകൾ. എന്നാൽ പ്രതീക്ഷ അറ്റുപോയ അനേക ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുവാനിടയായി. പ്രതീക്ഷകൾ തെറ്റിപ്പോകുമ്പോൾ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നോട് വാക്കു പറഞ്ഞ ദൈവം ഒരിക്കലും നിന്റെ പ്രതീക്ഷയെ തകർത്തിട്ട് അവൻ മോളിലിരിക്കുകയല്ല. പ്രതീക്ഷയ്ക്ക് അത്ഭുതമായി ഒരു വിധവയെ ഒരുക്കി വെച്ചിട്ടാണ് നിന്റെ പ്രതീക്ഷയെ ഹല്ലേലൂയ നീ കണ്ട കാഴ്ചയെ അങ്ങോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, എത്രയോ ധനവാന്മാരുണ്ടായിരുന്നു, അവരുടെ അടുത്തേക്ക് എന്തിനാണ് ഏലിയാവിനെ അയക്കാഞ്ഞത്? എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ വിധവയുടെ അടുത്തേക്ക് അയച്ചതിന് കാരണമുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ. നാളെ നിന്നെയും എന്നെ കുറിച്ച് പറയരുത്, എന്റെ കഴിവുകൊണ്ടാണ് നീ ഇത്രയായതെന്ന്, എന്റെ മിടുക്ക് കൊണ്ടാണ് നീ ഇത്രയുമായെന്ന്, എന്റെ സമ്പത്ത് കൊണ്ടാണ് നീ ഇത്രയായെന്ന് പറയാതിരിക്കാനാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ സഹായിച്ചത് കൊണ്ടാണ് നീ മിടുക്കനായെന്ന് പറയുന്ന അനേകരുണ്ട്. എന്നാൽ അത് പറയിക്കാതിരിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരുക്കുന്ന വഴി ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല, ആർക്കും ചിന്തിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പൽക്കാലം ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതിയല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതി അല്ല. ആമേൻ. ഹല്ലേലൂയ. ആ വിധവയുടെ അടുത്തേക്ക് ചെന്നു. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. ആമേൻ. വിധവയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു. വിധവയോട് പറഞ്ഞു, എനിക്ക് ആദ്യം ചില അടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരിക. വിധവ പറയുന്ന ചരിത്രം നമുക്കറിയാം. അപ്പോൾ ദേവദാസൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞത് നീ ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവ് ആരോടോ സംസാരിക്കുന്നു. ദൈവം പറയുന്നത് ചെയ്തെങ്കിൽ മാത്രമേ നിന്റെയും എന്റെയും ജീവിതത്തിൽ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഞാൻ പറഞ്ഞത് നീ ചെയ്യുക. ആമേൻ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് വിധവയ്ക്ക് അറിയത്തില്ല. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നു. ദൈവം പറയുന്നത് നീ അനുസരിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൈവദാസന്മാരും കൂടെ കേൾക്കുന്ന ദൈവവചനം നീ അനുസരിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ക്ഷാമകാലത്ത് നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നീ ഇപ്പോൾ ക്ഷാമം അനുഭവിക്കുന്നുവെങ്കിൽ, നീ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് വൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീ അതിന് കർത്താവിന് വേണ്ടി മുന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ, മുന്നിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിന്റെ വാതിലുകൾ തന്നെ തുറക്കപ്പെടും.
ഹല്ലേലൂയ. നിന്റെ വാതിലുകൾ പലപ്പോഴും അടഞ്ഞു കിടക്കുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിൽ പിശാച് സംശയം കൊണ്ടിട്ട് കൊടുക്കും. ഹല്ലേലൂയ. സംശയത്തിന്റെ ആത്മാവ് പിശാച് ആദ്യം മുതലേ കൊണ്ടെടുത്ത ഒരു കാര്യമാണ്. അവിടെ പോയിട്ട് എന്തോ എടുക്കാനാ, അവിടെ പ്രാർത്ഥിച്ചിട്ട് എന്തോ എടുക്കാനാ, അവിടെ ഹല്ലേലൂയ പറഞ്ഞിട്ട് എന്തോ എടുക്കാനാ? പ്രിയ കുഞ്ഞെ, നീ മുഴങ്കാലിൽ നിൽക്കുന്നത് എന്തോരാണെന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ നിനക്ക് പറയാൻ കഴിയും, കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഈ ഹല്ലേലൂയ ആലയത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത്, ഹല്ലേലൂയ, ഏകദേശം 10-20 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഡൽഹിയിലായിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ മീറ്റിങ്ങിന് വരുമായിരുന്നു. സ്തോത്രം. ഡൽഹിയിൽ വന്ന സമയത്താണ് പുള്ളിക്കാരി കർത്താവിനെ ഹല്ലേലൂയ രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങളുടെ ചർച്ചിലേക്ക് വന്നത്. അത് നിമിത്തം അവരെ ഭവനത്തിൽ നിന്ന് അവരെ ഔട്ട് ചെയ്തു. അവരെ നാട്ടിലുള്ള എല്ലാവരും കാരണം ഹല്ലേലൂയ ആ നായർ കുടുംബത്തിൽ നിന്ന് തന്നെ രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ ഹല്ലേലൂയ ചർച്ചിലേക്ക് വന്നതാണ്. ആ സമയത്ത് പെട്ടെന്ന് നല്ല ജോലി ഉണ്ടായിരുന്ന ആ സിസ്റ്ററിന്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഇരുന്നിരിപ്പിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ആമേൻ. പെട്ടെന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇളകി. എന്നിട്ടും അവൾ ദൈവകൃപയിൽ നിന്നുകൊണ്ട് ജോലിക്ക് പോയി. പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബോസ് പറഞ്ഞു, നാളെ തൊട്ട് നിനക്ക് ജോലി ഇവിടെ ഇല്ല. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ആമേൻ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ഭാരപ്പെട്ടു, കരയാൻ തുടങ്ങി വെച്ച്. ഞങ്ങൾ എന്തിനു പ്രാർത്ഥിക്കുകയാണ്, എന്തോ പറ്റി? അവൾ എല്ലായിടത്തും ഏത് ഇന്റർവ്യൂവിന് ചെന്നാലും പാസ്സാകുന്നില്ല. നല്ല മിടുക്കി, കഴിവുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാള്. ആമേൻ. അവിടെ ഏത് ഇന്റർവ്യൂവിന് പാസ്സാകുന്നില്ല, തടയപ്പെടുകയാണെല്ലാം. വീട്ടുകാർ പറഞ്ഞു, നീ അനുഭവിച്ചു, ഇപ്പൊ മനസ്സിലായോ, ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൾ വളരെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏകദേശം 1 മാസത്തോളമായി. എപ്പോഴും എന്നോട് വന്ന് പറയാങ്ങളെ, എന്റെ ജോലി ഇല്ലല്ലോ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സമയത്ത് ഒരു ജോലിക്ക് വേണ്ടി അവളെ കിട്ടുവാനിടയായി. ചെറിയൊരു ജോലി, വലിയ കമ്പനിയാണ്, അതിൽ ചെറിയൊരു ജോലി അവൾക്ക് കിട്ടി. അവൾക്ക് നേരത്തെ കിട്ടിയതിന്റെ 1% പോലുള്ള ശമ്പളം അതിനകത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, പോയി ജോലി ചെയ്തു. ആ സമയത്താണ് ഹല്ലേലൂയ, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ദീപാവലിക്ക് എന്ന് പറഞ്ഞാൽ ഓണസും ഒക്കെ കിട്ടുന്ന സമയമാണ്. എല്ലാവരും സന്തോഷിക്കുന്ന സമയമാണ് ദീപാവലി എന്ന് പറയുന്നത്. കേരളത്തിന്റെ കൂട്ടല്ലല്ലോ നോർത്ത് ഇന്ത്യയിൽ. അന്ന് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. മുട്ടായി കിട്ടും, ഓൺസ് കിട്ടും, എല്ലാം കിട്ടും. ഈ സമയത്ത് ഈ കൊച്ചെന്റെ റൂമിൽ വന്ന് പറഞ്ഞു, അല്ലേ ഞാൻ ഇന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാ പോകത്തെ? ഇന്ന് ദീപാവലി എല്ലാവർക്കും ഓൺസൊക്കെ കൊടുക്കുക, എനിക്കൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ ശരിയാണ്, ഒരാഴ്ചയായിട്ട് കയറിയിട്ട് ഒരിക്കലും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മുട്ടായി കിട്ടുമല്ലോ, നമുക്ക് കഴിക്കാമല്ലോ, പോയി വാങ്ങിച്ചോണ്ട് പോവാ. മുട്ടായി എങ്ങനെ കിട്ടുന്ന ആട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നീ പോയി വാങ്ങിച്ചോണ്ട് പോവാ. ഇത് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് പോകണം. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ ഹാലിൽ പറഞ്ഞു വിടണമെന്ന് എന്റെ മനസ്സിൽ ഒരു തോന്നലുമെന്ന്. ഞാൻ പറഞ്ഞു, പോകണം. ഈ പുള്ളിക്കാരി പോയി. വലിയ കമ്പനിയാണ്, എല്ലാവർക്കും ബോണസ് കൊടുത്തു, മുട്ടായി കൊടുത്തു. ഈ കൊച്ചിന് മാത്രം ഒരു മുട്ടായിയുടെ പാക്കറ്റ് കൊടുത്തു. ഈ മുട്ടായിയുടെ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട്, അത് അത്രേ പ്രതീക്ഷിച്ചുള്ളൂ. മുട്ടായിയുടെ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോഴാണ് ഈ എന്റെ മേലുദ്യോഗസ്ഥര് ബോസ് എല്ലാം കൂടെ ഒരു ഹോളിലേക്ക് കടന്നു പോയിട്ട് അവര് ചിന്തിച്ചു, എല്ലാവർക്കും ബോണസ് കൊടുത്ത് ആ കൊച്ചിന് മാത്രം നമ്മളൊന്നും കൊടുത്തില്ലല്ലോ, അതിന് മാത്രം ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഇവിടെ ആ ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോൾ 4-5 പേര് ഒരുമിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ആ ബോസ് ഇവളോട് ചോദിച്ചു, ഇവളോട് തമാശയിൽ ചോദിച്ചാണ്, നീ ഏറ്റവും കൂടുതൽ ഇവിടെ സ്നേഹിക്കുന്ന ആരെയാണ്? നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? ആ ബോസ് വിചാരിച്ചു ബോസിന്റെ പേര് പറയുമെന്ന്. ആമേൻ. ഇവിടെ ഒന്നും കിട്ടിയില്ല. ആദ്യം ചോദിച്ചപ്പോ രണ്ടാമത് ചോദിച്ചു, നീ ഏറ്റവും കൂടുതൽ നീ ആരെ സ്നേഹിക്കുന്നില്ലയോ? രണ്ടാമത് ചോദിച്ചു, ഇവിടെ അനങ്ങിയില്ല. നീ എന്താ മിണ്ടാത്തത്? നിന്നെ ആരെ സ്നേഹിക്കുന്നില്ലയോ? മൂന്നാമത് ചോദിച്ചപ്പോൾ ഇവൾ കണ്ണുകൾ അടച്ചു. അവിടെ കണ്ണീര് ദാസനാരെ ഒഴുകി. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അവൾ പാടി, മേരാ ഏക് മിത്ര യേശു മേരാ സാരാ സബ് കുച്ച്. ആ മനോഹരമായ പാട്ട് അവിടെ ഇരുന്ന് പാടി കണ്ണുനീരൊഴുക്കി പാടി കഴിഞ്ഞപ്പോൾ ആ ബോസും അവിടെ ഇരുന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി. നിമിഷ നേരത്തിനുള്ളിലാണ് അവർക്ക് ഏറ്റവും വലിയ ബോണസ് കൊടുത്തിട്ട് ഏറ്റവും വലിയ പൊസിഷനിലേക്ക്, ഇന്ന് ആ കമ്പനിയിലെ ഏറ്റവും വലിയ പൊസിഷനിലാണ് ഈ കുട്ടി ജോലി ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി തടയുവാൻ ആർക്കും കഴിയത്തില്ല. നീ യേശുവിനെ എവിടെ ഉയർത്തുന്നുവോ, യേശുവിന്റെ നാമം എവിടെ ഉയർത്തുന്നുവോ, യേശുവിന്റെ ശക്തി എവിടെ ഉയർത്തുന്നുവോ, അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
ആമേൻ. യേശു നീ ആരാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ നീ വിചാരിക്കും, കഴിഞ്ഞ രാത്രി നമ്മൾ കേൾക്കുകയുണ്ടായി യാക്കോബിന്റെ അനുഗ്രഹത്തെ. യാക്കോബിന് അനുഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആമേൻ. ആടുമാടുകളുണ്ട്, സ്വത്തുണ്ട്, വേപ്പാടികളുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, യാക്കോബ് പ്രാർത്ഥിച്ചതാണ്, എന്നെ അനുഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്ത് കൂടുന്നതാണ്. നോ, യാക്കോബ് ഹല്ലേലൂയ അതല്ല ആഗ്രഹിച്ചത്. മനസ്സമാധാനം. എന്റെ ജ്യേഷ്ഠൻ എന്നെ കൊല്ലാൻ വരുന്നു, എനിക്ക് സമാധാനം വേണം. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ എന്തോ ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ല കുഞ്ഞേ. ആമേൻ. ലോകത്തിൽ എല്ലാം നിന്റെ മുമ്പിലുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിന് സമാധാനമില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. ഹല്ലേലൂയ. നമുക്കാദ്യം ചിന്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് പെട്ടെന്ന് പോട്ടെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഏലിയാവ് ആമേൻ. ഏലിയാവ് ഈ വിധവയുടെ അടുത്ത് ചെന്ന് ഹല്ലേലൂയ സമൃദ്ധിയായി അവക്ക് പോഷിപ്പിച്ചൊക്കെ കൊടുത്ത് നമുക്ക് ചരിത്രം അറിയാവുന്ന ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആ നിമിഷം തന്നെ ഹല്ലേലൂയ നീ പറഞ്ഞത് ചെയ്യുക, ഞാൻ പറഞ്ഞത് നീ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആമേൻ ഒരു പച്ചപ്പൊക്കെ ആയി, ഒരു മിടുക്കനായി, ഒരു ജോലിയൊക്കെ ആയി, സമ്പത്തൊക്കെ ആയി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇനിയും പ്രാർത്ഥിച്ചില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. ശത്രു പെട്ടെന്ന് അവിടെ പ്രവേശിക്കുകയാണ്. ഒരു പച്ചപ്പൊക്കെ ആയി, വിധവ ഒരു സ്ത്രീനായി, വിജയക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നാണ് തന്റെ മകൻ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. പരിശുദ്ധാത്മാവ് അവനോട് ചോദിക്കുന്നു, എല്ലാ സമൃദ്ധിയും ദൈവം തരുമ്പോൾ ദൈവസൈന്യം മുട്ടുമേലിരിക്കുവാൻ നിനക്കും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് വൽക്കാലം ഒന്നുണ്ടെന്ന് നമ്മളെ തന്നെ ചോദിക്കും. എല്ലാ സമൃദ്ധിയും നമ്മുടെ മുമ്പിൽ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ഈ ഓസ്ട്രേലിയയിൽ 1-2 വർഷം കഴിയുമ്പോൾ എല്ലാ സമൃദ്ധിയിലേക്ക് നമുക്ക് ഒന്നിനും കുറവില്ലാത്തവരായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. എന്നാൽ നീ ചിന്തിക്കണം, നീ മുട്ടുമേലിരുന്ന് മാതാപിതാക്കൾ മുട്ടുമേലിരുന്ന് തഴമ്പും കൊണ്ടാണ് നീ കൂടി ഇരുന്ന് കൈകൊട്ടി ആരാധിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബേ, ഹല്ലേലൂയ, നീ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ. ഹലോ, ഹല്ലേലൂയ. യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് പറയുന്നതാണ്, അവന്റെ മുട്ട് തഴപ്പിച്ചിരിക്കുകയായിരുന്നു പറയുന്നത്. നമ്മുടെ വലിയ വലിയ മാതാപിതാക്കൾ, നമ്മുടെ ഈ തലമുറയ്ക്ക് മുമ്പെയുള്ള മാതാപിതാക്കളെ കാലിന്റെ മുട്ടൊക്കെ നോക്കിയുണ്ടല്ലോ, അതിനെ തഴമ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വിധവ, ഹല്ലേലൂയ, മകൻ മരിച്ചുപോയ വിധവയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 17-ാം വാക്യം. ദൈവദാസനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ എന്റെ പാപം ഓർപ്പിക്കേണ്ടത്. ദൈവദാസൻ വന്നു കയറിയപ്പോ പെട്ടെന്ന് ഈ സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നീ എന്താണ് ഈ കാണിച്ചത്? എന്റെ കുഞ്ഞ് മരിച്ചുപോയി. ദൈവദാസൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ദൈവദാസൻ സമൃദ്ധിയായി ഭവനത്തിലുള്ളതെല്ലാം ഒറ്റ വാക്കുകൊണ്ട് സംഭവിച്ചുവെങ്കിൽ, കുറച്ചു നാളെ സമ്പന്നമായി ജീവിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആമേൻ. ദേവദാസൻ ഒരു മറുപടിയും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടിയെ കൊണ്ടുപോവാ. എന്നിട്ട് ദൈവത്തോട് 2 പ്രാർത്ഥനയാണ് ഏലിയാവ് ചെയ്തത്. അതിന്റെ 20-ാം വാക്യം. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? നീ എന്താണ് ഇത് ദൈവത്തോട് ഏലിയാവ് ചോദിക്കുകയാണ്, നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ കൂടെ വരുന്ന ഈ ഭവനത്തില് ഇതെന്ത് സംഭവിച്ചു? ആമേൻ. അവൾ വിധവയോടൊന്നും മറുപടി പറഞ്ഞില്ല. ദൈവത്തോട് ഏലിയാവ് പറയാണ്, അതിന് ദൈവം മറുപടി കൊടുത്തില്ല. പലപ്പോഴും നമ്മുടെ ചില പ്രാർത്ഥനയ്ക്കും പരാതിക്കും ദൈവം മറുപടി തരത്തില്ല. ആമേൻ. അടുത്തത് അവ പ്രാർത്ഥിക്കുകയാണ്. 2-ാമത് 21. ആമേൻ.
യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. സ്തോത്രം. രണ്ടാമത് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. ആദ്യം അവൻ ദൈവത്തോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ, കർത്താവേ ഇത്രത്തോളം ഞാൻ കൊണ്ടുവന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി, എന്റെ ജോലിക്ക് എന്ത് പറ്റി, എന്റെ സാമ്പത്തികമൊക്കെ ഭദ്രമായപ്പോൾ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ എന്താണ് പെട്ടെന്ന് ഈ കൊടുക്കാറ്റടിക്കുന്നത്? ആമേൻ. പിശാച് പലപ്പോഴും പെട്ടെന്നാണ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ അറിയാത്ത രീതിയിലാണ്, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിലാണ് ഭവനത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മുടെ തലമുറയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ അറ്റാക്ക് ചെയ്യുന്നത്. പലകാലം ഓർത്തുകൊള്ളണം. ദൈവത്തോട് അവൻ രണ്ടാമത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അവൻ ആ ബാലന്റെ മേൽ കയറി ഒരു ബാലനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ അവൻ കരയാൻ തുടങ്ങിയപ്പോൾ, ഒരു കുഞ്ഞിന്റെ ഹൃദയം അവന് വന്നപ്പോൾ, ഏലിയാവേ നിനക്കും എനിക്കും കുഞ്ഞിന്റെ ഒരു ഹൃദയമുണ്ടോ? ആ ഹൃദയമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹൃദയമാണ് കർത്താവ് നോക്കുന്നത്. കുഞ്ഞിനെ പോലുള്ള ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, മുഴങ്കാലിരിക്കാൻ കരയുവാൻ നിനക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, ഇതാ ഏലിയാവേ ഹല്ലേലൂയ, ഞാൻ ഇതാ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ രാജാക്കന്മാരുടെ പുസ്തകം വരെ ഒരു ഉയർപ്പ് നടന്നിട്ടില്ല ഈ ബൈബിളിൽ. ആമേൻ. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഉയർപ്പ് നടന്നത്. ആമേൻ, ഹല്ലേലൂയ. നീ ചിന്തിക്കുകയാണ് ഇന്നിടത്ത് അത് നടക്കുന്നു, ഇത് നടക്കുന്നു. നോ, അതിന് വ്യത്യസ്തമായി കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥന, അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ ആയി കഴിഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ആ ബാലന്റെ മേൽ കയറി കിടക്കണമെങ്കിൽ വലിയൊരു മനുഷ്യൻ ഒരു ബാലന്റെ മേൽ കയറി കിടക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവന്റെ ഹൃദയം അതുമായി ടച്ച് ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഇന്ന് പൽക്കാലം നിന്റെ ഹൃദയം ദൈവത്തോട് അടുക്കണമെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം നയിക്കണമെങ്കിൽ നീ ഒരുപെട്ടിയും മതിയാകും. അതിനുശേഷം ഹല്ലേലൂയ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം എല്ലാ അത്ഭുതങ്ങളും നടന്നു. ആമേൻ. ആ ബാലിന്റെ പ്രവാചകനെ വെട്ടി ഭയങ്കര അത്ഭുതങ്ങൾ നടത്തി ഏലിയാവ് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ഒരു നിമിഷത്തിനുള്ളിൽ നമുക്കറിയാവുന്നതുപോലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ചൂരച്ചെടിയുടെ കീഴിലേക്ക് ഓടുകയാണ്. ആമേൻ. നമ്മുടെ ജീവിതവും എന്റെ ജീവിതവും അതുപോലെയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തിനാണ് ഈ കാല് മുന്നോട്ട് വെച്ചത്? ചൂരച്ചെടിയുടെ കീഴിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്റെ ജീവിതം. ഹല്ലേലൂയ. കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ഹല്ലേലൂയ. നിന്നെ ആശ്വസിപ്പിക്കുന്ന, അടകൊണ്ടു തരുന്ന, നിന്നോട് മാറി തട്ടി വിളിക്കുന്ന ആ യേശുവിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്താട്ട് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഒരു നിമിഷം. ഹല്ലേലൂയ. പലപ്പോഴും മരുഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ, ഞാൻ മരുഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ, ഇതാ നിന്നെ തട്ടി ഉണർത്തി നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം, നിന്നെ പോഷിപ്പിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഏലിയാവേ ഹല്ലേലൂയ, നീ ക്ഷണിച്ചു പോകാനല്ല. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കേണ്ടിയവനാണ്. നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കേണ്ടിയവനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിനോട് പ്രാണുണ്ട്. ഹല്ലേലൂയ. വേണ്ട കർത്താവേ വേണ്ട എന്ന് പറഞ്ഞാലും കർത്താവ് ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്നെ തട്ടി ഉണർത്തി നിനക്ക് ദൂരയാത്രയുണ്ട്. നീ 40 ദിവസം ആ ബലത്തോടു കൂടെ ഒന്ന് നടക്കേണ്ടതായിട്ടുണ്ട്. ഈ വചനത്തിന്റെ ബലത്തോടു കൂടെ നീ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ വചനത്തിന്റെ കാതിൽ മുഴങ്ങുമ്പോൾ നിന്നോ പറയല്ലേ കുഞ്ഞേ. ഇന്ന് വൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ഓർപ്പിക്കുന്നു, നിനക്ക് ദൂരയാത്രയുണ്ട്. നീ വൃദ്ധനായി എനിക്ക് കഴിവില്ലെന്ന് പറയുവാനല്ല, എനിക്ക് അതിനുള്ള മിടുക്കില്ലെന്ന് പറയുവാനല്ല. നീ എന്ത് പറഞ്ഞാലും യേശുവിന് വേണ്ടിയാണ് നീ സഹിക്കുന്നത്, യേശുവിന് വേണ്ടിയാണ് നീ പരിഹാസം സഹിക്കുന്നത്. വേറൊരു വ്യക്തിക്ക് വേണ്ടി അല്ല എന്ന് നീ ചിന്തിക്കണം. വേറൊരു വ്യക്തിക്ക് വേണ്ടിയല്ല ഞാൻ ഇത് കേൾക്കുന്നതെന്ന് ചിന്തിക്കണം. എന്റെ യേശുവിന് വേണ്ടിയാണ്, എന്റെ യേശുവിന്റെ നാമത്തിന് വേണ്ടിയാണ്. ഞാൻ മറ്റുള്ളവരെ പ്രസാദിച്ച ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ എന്റെ അപ്പനോട് പറയും, അപ്പാ ഞാൻ ആരുമില്ലെങ്കിലും ഈ മുഴങ്കാലിൽ ഇരിക്കും. നീ എന്റെ കൂടെ ആരും തന്നില്ലെങ്കിലും ഈ മുഴങ്കാലിൽ ഞാൻ ഇരിക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വൽക്കാലം മരുഭൂമി അനുഭവിക്കുന്ന ജീവിതമേ ഇന്ന് രാത്രി ഈ വൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ മരുഭൂമി മാറാൻ പോവുകയാണ്.
ഈ ആരാധന കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിടുതൽ നടക്കുവാൻ പോകും. അത്ഭുതം നടക്കാണ്. നീ കർത്താവിന്റെ വാക്ക് അനുസരിക്കുക. ഹല്ലേലൂയ. ആ ശബ്ദം ഒന്ന് കേൾക്കുക. അത് നിന്റെ കാതിൽ നിന്ന് മുഴങ്ങട്ടെ. ഏകാന്തമായി ഇരുന്ന് ഒന്ന് കരയുക, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ കർത്താവ് വലിയ ചെയ്യുന്ന ദൈവമാണ്. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ.